ലൈഫ് ടൈം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ എന്തെല്ലാം ന്യൂസല്ലേ ഇപ്പോൾ കേൾക്കുന്നത്. ഒന്ന് രാവിലെ തന്നെ നമുക്കിപ്പോൾ ഫോൺ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നത്. ഇപ്പോൾ എന്തെല്ലാം ന്യൂസാണ് കേൾക്കുന്നത് നമ്മൾ. ഇന്ന് ഒരു പിഞ്ചു കുഞ്ഞ് 1.5 വയസ്സായ കുഞ്ഞിനെ സ്വന്തം അച്ഛൻ മുട്ട് കയറ്റി ഇടിച്ച് ആ കുഞ്ഞിൻ്റെ എന്തുമാത്രം വേദന അനുഭവിച്ച് കാണുമല്ലേ ആ പിഞ്ചു കുഞ്ഞ്. ഇത്രയേ പേര് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാതെ ഇങ്ങനെയുള്ള ദുഷ്ടത ഉള്ള അവന്മാർക്ക് കുഞ്ഞുങ്ങളെയും കൊടുത്ത് അവർക്ക് കുഞ്ഞുങ്ങളെ വേണ്ടാതെ അവരിങ്ങനെ ഓരോന്നും കാണിച്ചു വയ്ക്കുന്നത്. ആ കുഞ്ഞിനെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് ഒരുപാട് വേദന വരുന്നു. അതുപോലെ തന്നെ ഓരോ പെൺകുട്ടികൾ നമുക്കും പെൺകുട്ടികളുണ്ട്. നമുക്ക് ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ഉള്ളതും എല്ലാം നമുക്ക് ഓർമ്മയിലുണ്ട്. എന്നാലും നമുക്ക് ഇന്ന് ഒരു ന്യൂസ് കേട്ടത്, ഇന്നലെ കേട്ടത് ഫേസ് വാഷ് മാറ്റി വെച്ചെന്ന് പറഞ്ഞിട്ട് അമ്മയെ കമ്പിപ്പാറ എടുത്ത് വെച്ച് അടിച്ചു. എന്തൊക്കെയല്ലേ കേൾക്കുന്നത്. ഇങ്ങനെയും നമ്മുടെ ലോകം ഇങ്ങനെ ആയിപ്പോകുന്നു. എന്തെങ്കിലും നമുക്ക് ഇതിനൊരു മാറ്റം വരും? ഇല്ല, ഒരു ദിവസവും മാറ്റം വരത്തില്ല. ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഓരോരുത്തർ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഒരു വീഡിയോ കണ്ട് എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി. ഒരു പിഞ്ചു കുഞ്ഞ് പ്രസവിച്ചതേ ഉള്ളെന്ന് തോന്നുന്നു. ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാട്ടിലിട്ടിട്ട് ആ കുഞ്ഞിന് വാ പോലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ വാക്കകത്ത് കല്ല് നിറച്ച് വെച്ചിരിക്കുന്നു. വാക്കകത്ത് ആ കല്ല് വലിച്ച് ഊരിയതും ആ കൊച്ച് കിടന്ന് കരയുന്നതും ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. അത് കണ്ടിട്ട് എനിക്ക് എന്തോ പറയാനാ. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഇവർ എന്തുവാ ഈ മനുഷ്യർക്ക് എന്തോ അത്രയ്ക്കൊരു ഒരു കല്ല് മനസ്സാണോ എല്ലാവരുടെയും ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്? അമ്മയായാലും അച്ഛനായാലും ഓരോരുത്തരാണെങ്കിൽ അച്ഛനെ എടുത്തിട്ട് അടിക്കും, പിന്നെ അമ്മയെ എടുത്തിട്ട് അടിക്കുന്നു, പിന്നെ സഹോദരന്മാർ അങ്ങനെ പരസ്പരം തമ്മിൽ അടിയും, പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഓരോരുത്തർ കുഞ്ഞുങ്ങളെ അടിച്ച് കൊല്ലുന്നു, വിഷം കൊടുത്ത് കൊല്ലുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല. ഇത് എന്തെങ്കിലും നമ്മുടെ ഈ നാട്ടിന് ഒരു മാറ്റം വരുമോ ഒന്നും അറിയത്തില്ല. പക്ഷേ എനിക്ക് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ പിടച്ചിലാണ്. നമ്മുടെ മക്കളും വളർന്ന് വരികയാണ്. പക്ഷേ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ മനസ്സ് വളർന്നു വരുന്നതിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നെഞ്ചിനകത്തും പടപടാ ഇടിയൊക്കെയാണ്. എന്ത് സംഭവിക്കും ഇനി, എങ്ങനെയാണ്? പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഇപ്പോൾ എല്ലാ അച്ഛനും അമ്മമാർക്കും എല്ലാവർക്കും നെഞ്ചിൽ നെഞ്ചിടിപ്പോടു കൂടിയായിരിക്കും അവർ ജീവിക്കുന്നത്. ഇതിപ്പോൾ നിസ്സാരം ഫേസ് വാഷ് മാറ്റി വെച്ചതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മോള് ചെയ്യുന്ന കാര്യമാണ് ആ അമ്മയെ കമ്പിപ്പാര എടുത്തടിക്കുന്നതും. അതുപോലെ തന്നെ കുഞ്ഞിനെ കഷ്ടം. ആ കുഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആ കുഞ്ഞിൻ്റെ മുഖം ഓർമ്മ വരുക. അത് അതിന് പെട്ടെന്ന് നല്ലൊരു കൊച്ചാണ് അത്. ആ കൊച്ചിൻ്റെ മുഖം കണ്ടിട്ട് അയാൾക്ക് എങ്ങനെ അത് ചെയ്യാൻ തോന്നിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ എത്ര ശിക്ഷ കൊടുത്താലും അത് ഒന്നിനും ഒരു പരിഹാരമാവത്തില്ല. അത് എത്ര ശിക്ഷ കൊടുത്താലും ഈ കല്ല് മനസ്സുള്ളവർ മാത്രമേ ഇത്രയും ഇതായിട്ട് ചെയ്യത്തുള്ളൂ കുഞ്ഞുങ്ങളെ. അപ്പം അവർക്ക് ശിക്ഷ കൊടുത്തെന്ന് പറഞ്ഞിട്ട് യാതൊരു കാരണവും പറഞ്ഞാലും ഒരു കാരണവശാലും അവർക്ക് അതൊരു ഇതേയല്ല. അവർ എന്ത് ചെയ്താലും അവർക്ക് ജയിലിൽ പോയാലും അവർക്ക് പെട്ടെന്ന് ഇറങ്ങാം. കുറച്ച് നാൾ കഴിയുമ്പോൾ അവരിറങ്ങും. അതത്രയേ ഉള്ളൂ അവർക്ക്. പക്ഷേ ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതും ആ അമ്മയെ പരിക്കേൽപ്പിച്ച ആ അമ്മ അനുഭവിക്കുന്ന വേദനയും അതെല്ലാം എങ്ങനെ തീരാനാണ്? ഇതെല്ലാം കൊണ്ട് എത്ര വർഷമായാലും അവർക്ക് ആ വേദന ആയോ? ആ കുഞ്ഞിൻ്റെ അമ്മ എന്തുമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ പെൺകൊച്ചിൻ്റെ അമ്മ ആ വേദന അനുഭവിച്ച് എത്ര നാൾ ജീവിക്കണം? ഇതൊന്നും അറിയാത്ത എന്താ? എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ.